സംസ്ഥാനത്തുണ്ടായ മഹാപ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിന്റെ പാളിച്ചയെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. ഡാമുകൾ തുറന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. ഡാം തുറക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രളയത്തിന്റെ കാരണം കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സർക്കാരിന് ഏറ്റവും തിരിച്ചടിയാകുന്ന ഒരു റിപ്പോർട്ടാണ് അമിക്കസ് ക്യൂറി സമർപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? രേണുക, പ്രളയവുമായി ബന്ധപ്പെട്ട് 15ഓളം ഹർജികളാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഈ ഹർജിയുടെ നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുന്നതിനായാണ് അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബ് അധ്യക്ഷനായ അമിക്കസ് ക്യൂറിയെ കോടതി നിയോഗിച്ചത്. ഈ അമിക്കസ് ക്യൂറി കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഗുരുതരമായി വീഴ്ച പറ്റിയതായി ഇപ്പോൾ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ പെയ്ത മഴയുടെ അളവ് തിരിച്ചറിയാൻ കേരളത്തിലെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് അമിക്കസ് ക്യൂറി കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ കാലാവസ്ഥാ വകുപ്പിനെ ആശ്രയിച്ച് മാത്രമാണ് ഇത്തരത്തിലൊരു കണക്ക് ലഭ്യമാക്കി ഇവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് പലപ്പോഴും ഡാം തുറക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഡാം വിഭാഗത്തിന് അല്ലെങ്കിൽ ഈ KSEBക്ക് സ്വന്തമായി ഒരു കണക്കുകൂട്ടൽ സമ്പ്രദായം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വന്നപ്പോൾ മഴയുടെ അളവ് കൂടിയപ്പോൾ ഇത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഒപ്പം ഡാമുകളിലെ ജലനിരപ്പ് തുടർച്ചയായി വർദ്ധിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ് എപ്പോൾ തുറക്കണം എന്ന കാര്യത്തിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നുണ്ട്. അത്തരം മുന്നറിയിപ്പുകൾ പല സ്ഥലത്തും ഉണ്ടായില്ല എന്നും പറയുന്നു. 2018 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നടക്കം പല തരം മുന്നറിയിപ്പുകൾ വന്നിരുന്നു. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ കൃത്യമായി പരിഗണിക്കുകയോ ഇതിൽ തുടർ നടപടികൾ ചെയ്യുകയോ ചെയ്തില്ല എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഒപ്പം അണക്കെട്ടുകളുടെ ഇന്നത്തെ അവസ്ഥയും ഈ ദുരവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണമായെന്ന് പറയുന്നു. പല അണക്കെട്ടുകളിലും ഈ ചെളി നിറഞ്ഞ് ജലസംഭരണ ശേഷി പരമാവധി കുറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി കൂടുതൽ ജലം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പല അണക്കെട്ടുകളുടെയും അവസ്ഥ മാറി. ഒപ്പം നദി ഈ മുഖങ്ങളിലും ജലസംഭരണ കേന്ദ്രങ്ങളിലും മണ്ണ് അടിഞ്ഞും ഒപ്പം വിശദമായ കയ്യേറ്റങ്ങളെ തുടർന്നും ആ ഭാഗത്തും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ഇതെല്ലാം അണക്കെട്ടുകളിലേക്കുള്ള ജലപ്രവാഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചതായും ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് അമിക്കസ് ക്യൂറി ഒരു നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഉയർന്ന ഒരു വിരമിച്ച ജഡ്ജിയും ഒപ്പം ഹൈഡ്രോളജിസ്റ്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘവും അടങ്ങുന്ന ഒരു വിപുലമായ സമിതി ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തണമെന്ന ശുപാർശയോട് കൂടിയാണ് 47 പേജോളമുള്ള ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത്. അനീഷ്, നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ മഹാപ്രളയമാണ് സംസ്ഥാനത്തുണ്ടായത്. അതിന്റെ കെടുതികൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇന്ന് പോലും നമ്മൾ നൽകുന്ന ഒരു റിപ്പോർട്ട് ആ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെതാണ്. അങ്ങനെ നിരവധി പേർ ഇപ്പോഴും അതിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സർക്കാരിന്റെ പാളിച്ചയാണ്, ഡാം മാനേജ്മെന്റിന്റെ പാളിച്ചയാണ് ഇതിന് കാരണം എന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകുന്നത്. ഇത് ഒരു പ്രാഥമിക പഠനം നടത്തി മാത്രം നൽകിയ ഒരു റിപ്പോർട്ടാണോ? ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് അമിക്കസ് ക്യൂറി തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട്. ഏത് വിധത്തിലായിരിക്കും അപ്പോൾ ഈ റിപ്പോർട്ട് പരിഗണിക്കപ്പെടുക? തീർച്ചയായും രേണുക, ഇതൊരു പൂർണ്ണ റിപ്പോർട്ടായി പരിഗണിക്കാൻ കഴിയില്ല. കാരണം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര സർക്കാരിന്റെയും KSEBയുടെയും ഒപ്പം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ സമാഹരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അമിക്കസ് ക്യൂറി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സർക്കാർ വീഴ്ച പറയുമ്പോൾ ഇതിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രളയം നടന്ന സമയങ്ങളിൽ കനത്ത മഴ തന്നെ കേരളത്തിൽ ലഭിച്ചിരുന്നു. ഹെവി റെയിൻ എന്ന രീതിയിൽ തന്നെ വലിയ മഴ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ മഴ ലഭിക്കുമ്പോൾ എങ്ങനെ ഞാൻ തിരിച്ചു വരാം. അനീഷ് തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഹരീഷ് വാസുദേവൻ, സംസ്ഥാനത്തുണ്ടായ മഹാപ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിന്റെ പാളിച്ചയെന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നേരത്തെയും ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതാണ്. എങ്ങനെയാണ് താങ്കൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ കാണുന്നത്? അമിക്കസ് ക്യൂറി ഏതൊക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു റിപ്പോർട്ടിൽ എത്തിച്ചേർന്നതെന്ന് അറിയില്ല. അത് റിപ്പോർട്ട് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഒരു ഇൻഡിപെൻഡന്റ് ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന് അതിൻ്റെതായ വില ഹൈക്കോടതിയുടെ മുമ്പാകെ ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് നമ്മളൊരു കമന്റ് കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. കേരളത്തിലെ പാർട്ടി ഭേദമന്യേ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ ഡാമുകളുടെ റിസർവോയറുകളുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പ്രാക്ടീസ് നമ്മുടെ നാട്ടിൽ നിലവിലില്ല. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ ഒന്ന് തുടരുക. താങ്കളോട് ഇനിയും ചോദിക്കാനുണ്ട്, അറിയാനുമുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ,
അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. സംസ്ഥാനത്തുണ്ടായ മഹാപ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിന്റെ പാളിച്ചയാണ് എന്ന് കാണിച്ചുകൊണ്ട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഡാം മാനേജ്മെന്റിന് ഒരു ഡാം പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളിന്റെ ലംഘനം ഇവിടെ നടന്നു എന്നുള്ളതാണ് ഞങ്ങൾ അന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾ പരസ്യമായി പറയുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് രാഷ്ട്രീയമാണ് എന്നും ഈ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കാൻ തരുന്ന രാഷ്ട്രീയ ആയുധമാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പൊ അവസാനം വന്ന് അമിക്കസ് ക്യൂറി പോലെയുള്ള ഇൻഡിപെൻഡന്റ് ബോഡി ഇത് ഡാം മിസ്മാനേജ്മെന്റാണ് നടത്തിയത് എന്ന റിപ്പോർട്ട് കൊടുത്തതിൽ യഥാർത്ഥ സത്യത്തിന്റെ ഒരു രൂപത്തിലേക്ക് എത്തുകയാണ്. ഇനി ഇതില് അന്വേഷണം നടത്തണം. അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം. ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല. ഡാം തുറന്നു വിടുന്നതിന് വേണ്ടി അന്ന് അഭിപ്രായം പറയുകയും ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥൻ തന്നെ വീണ്ടും ഈ ഡാമിന്റെ മാനേജ്മെന്റിനെ ഇതിനെക്കുറിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനെ കുറിച്ച് വീണ്ടും അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അന്വേഷണം മുഴുവൻ പ്രതികളെ ഏൽപ്പിക്കുന്നതിന് തുല്യമാകും. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ മതിയാകും. ഒന്ന്, നേരത്തെ ഇപ്പൊ പറഞ്ഞ ഡാം മാനേജ്മെന്റിന്റെ തകരാറുകൾ, അതിനകത്ത് തന്നെ സ്ലൂയിസ് വാൽവും സ്കോറിംഗ് വാൽവും തുറക്കാനുണ്ടായ സാഹചര്യം, ഈ സാഹചര്യം എന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടണ്ടേ. രണ്ട്, ഇന്റർസ്റ്റേറ്റ് ജോയിന്റ് വാട്ടർ കമ്മീഷനുണ്ട്. ആ ജോയിന്റ് വാട്ടർ കമ്മീഷന്റെ ചെയർമാൻഷിപ്പ് കേരളത്തിലാണ്. ആ കേരളത്തിലെ ഇന്റർസ്റ്റേറ്റ് വാട്ടർ മാനേജ്മെന്റ് കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ മഴക്കാലത്ത് കേരളത്തിലേക്ക് അപ്പർ ഷോളയാറിൽ നിന്നും ലോവർ ഷോളയാറിൽ നിന്നും വെള്ളം ഒഴുക്കി വിട്ട് നമ്മളുടെ ആ പ്രദേശം, താഴെ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകാനിടയായി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ PIP കനാല് പൂർണ്ണമായും മുങ്ങിപ്പോകാനും അതുമായി തൊട്ടടുത്തുള്ള ആ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിന്റെ അടിയിൽ പോകുവാനും ഇടയായത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൂടി വരുമ്പോൾ നിങ്ങൾ അന്ന് ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് അതിന് ബലം കൂടുന്നു എന്നതാണോ? ഈ കോടതി നടപടികൾ പകുതി വഴിയിലാണ്, അത് ഇനിയും പുരോഗമിക്കാനുണ്ട്. കോടതി എന്ത് തീരുമാനം ഈ കാര്യത്തിൽ എടുക്കുന്നു എന്നറിയാനുണ്ട്. അതിലൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾ പങ്കുചേരുക? ഇവിടെ നീതിയുടെ റൂട്ടിലൂടെയാണ് കോടതി പോകുന്നത് എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചതിന് പക്ഷേ ഞങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളത് കൊണ്ട് അതിന് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്നൊരു വാദഗതി വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. യഥാർത്ഥത്തിൽ ഞാനത് പറഞ്ഞത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടല്ല. അത് ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതാളുകൾക്കും ഡാം സേഫ്റ്റി അതോറിറ്റിയും ഡാമിന്റെ സേഫ്റ്റിയും സംബന്ധിച്ചുള്ള കാര്യവിവരങ്ങൾ അറിയാവുന്ന ഏത് വ്യക്തിക്കും അത് വിലയിരുത്താൻ പറ്റും. അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു അവകാശവാദമല്ല. ഇപ്പൊ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ വന്നതോടുകൂടി ഇതിന് ലീഗൽ സപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പറ്റില്ല. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. കുറ്റക്കാരായിട്ടുള്ള ആളുകളെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണം. അവർക്കെതിരായി ക്രിമിനലായും സിവിലായും കേസെടുക്കണം. 41,000 കോടി രൂപയാണ് ഈ സംസ്ഥാനത്തിന് നാശനഷ്ടം ഉണ്ടായത്. നിരപരാധികളായ ആളുകൾ, പാവങ്ങൾ പാതിരായിക്ക് വീട്ടിൽ കിടന്നുറങ്ങിയതാണ്. അവർക്കാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയത്. 41,000 കോടി രൂപയുടെ നഷ്ടമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. അമിക്കസ് ക്യൂറി അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോകട്ടെ. ആ റിപ്പോർട്ടിന്റെ പുറത്ത് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോകട്ടെ. സത്യാവസ്ഥ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നടപടി ഉണ്ടാവട്ടെ. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീ ഹരീഷ് വാസുദേവൻ തുടരുന്നുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇതിന്റെ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്റെ ആധികാരികത, അതിൽ ഇനി കോടതിയിൽ നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. താങ്കൾക്ക് തുടരാം. ഒന്ന്, അമിക്കസ് ക്യൂറി ഇത്തരം വിഷയങ്ങളുടെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട്, സാങ്കേതിക പരിജ്ഞാനമുള്ള ആളല്ല. പക്ഷെ അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് നടത്തിയ നിരീക്ഷണങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഞാൻ അതിനേക്കാൾ ഉപരിയായി കാണുന്നത് ഇപ്പോൾ ഈ പ്രളയം ഉണ്ടായി കഴിഞ്ഞ് ഏതാണ്ട് 6-7 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് കേരളത്തിലെ റിസർവോയറുകൾ മാനേജ് ചെയ്യാൻ, കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിൽ മാനേജ് ചെയ്യാൻ എന്താണ് സംവിധാനമുള്ളത്? നമുക്ക് ജൂൺ മാസത്തിൽ ഇതേപോലെ 10 ദിവസം അടുപ്പിച്ച് മഴ കിട്ടിയാൽ വീണ്ടും കേരളം ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്? നമ്മൾ ഓഗസ്റ്റിൽ ഫേസ് ചെയ്തതിനേക്കാൾ ഒട്ടും ഭേദപ്പെട്ട നിലയിലല്ല നമ്മുടെ സംസ്ഥാനത്തെ റിസർവോയർ മാനേജ്മെന്റുകൾ. കേരളത്തിലേത് പർട്ടിക്കുലർലി അല്ല, രാജ്യത്തെമ്പാടും ഇത് ആവർത്തിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്ന CAG റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസർവോയർ മാനേജ്മെന്റിനെ സംബന്ധിച്ച് കേരളം എടുത്തിരിക്കുന്ന, മാറി മാറി വന്ന സർക്കാർ എടുത്തിരിക്കുന്ന, ഇപ്പോഴത്തെ ഈ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളം
ഒരു വലിയ അടിയന്തര പ്രാധാന്യത്തോടുള്ള ഒരു തിരിച്ചറിവ് ഈ റിപ്പോർട്ടിന് ശേഷമെങ്കിലും ഗവൺമെന്റിന് ഉണ്ടാവേണ്ടതും അത് സമയബന്ധിതമായി ഈ ചുവപ്പ് നാടയുടെ സാധാരണഗതിയിലുള്ള കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് സമയബന്ധിതമായി ഒരു നല്ല റിസർവോയർ മാനേജ്മെന്റ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രളയത്തിൽ നിന്ന് പോലും നാം പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നാണ് ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതൊരു വലിയ പരാജയമായിരിക്കും നമ്മുടെ. ഏതായാലും ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ പറയേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ്. കോടതിയുടെ മുമ്പാകെ ഇത് CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കോടതി കേസുകൾ നിലവിലുണ്ട്. അതേപ്പറ്റി നമ്മളിപ്പോൾ അഭിപ്രായം പറയുന്നത് ഉചിതമായിരിക്കില്ല. ഏതായാലും ഒരു ഇൻഡിപെൻഡന്റ് ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കേരളത്തിലെ ഒരുപാട് ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആശങ്ക ശരിവെക്കുന്നതാണ്. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്പർ ഷോളയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയം അത് നമുക്കറിയാം. ചാലക്കുടി പട്ടണത്തെ എത്രമാത്രം വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഇവിടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ പതിനായിരങ്ങൾ ഇപ്പോഴും അതിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ബോഡി ആണ് എങ്കിൽ പോലും അത്തരം ഒരു റിപ്പോർട്ട് ആധികാരികമായി ഒരു കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആവശ്യത്തിന് പഠനം നടത്തി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കില്ലേ? ആയിരിക്കാം. നമ്മൾ ആ റിപ്പോർട്ട് കാണാതെ ശരിയല്ല. തീർച്ചയായും പ്രഥമ ദൃഷ്ടി അത് മുഖവിലേക്ക് എടുക്കുക തന്നെ വേണം. നേരത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ റിപ്പോർട്ട് ഇതിന് നേരെ കടകവിരുദ്ധമായിട്ടുള്ളതായിരുന്നു. സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പരിജ്ഞാനമുള്ള ഏറ്റവും ഉയർന്ന ബോഡി. അവർ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നാണ് പറഞ്ഞത്. അതിന് വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ പലതും നമ്മൾ പബ്ലിക് ഡൊമൈനിൽ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ EPW പോലുള്ള ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന മാഗസിനുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം പരിഗണിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിന്റെ റിസർവോയർ മാനേജ്മെന്റ് ഒരു പരാജയമായിരുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത് യാഥാർത്ഥ്യമാണ്. കേരളം നേരത്തെ ഇത്തരം പ്രതിസന്ധികൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യത്തെ വീഴ്ച നമ്മൾ പറ്റി എന്ന ന്യായം അംഗീകരിച്ചാൽ പോലും നമ്മൾ ഈ 6 മാസം കഴിഞ്ഞിട്ടും നമ്മുടെ റിസർവോയർ മാനേജ്മെന്റ് എത്ര ഭേദപ്പെടുത്തി എന്ന ചോദ്യം നിലനിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ആളുകൾ മരിച്ചത് വെള്ളപ്പൊക്കത്തിലല്ല, കൂടുതൽ ആളുകൾ മരിച്ചത് മണ്ണിടിച്ചിലാണ്. മണ്ണിടിച്ചിൽ പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇടുക്കി, വയനാട് പോലുള്ള പശ്ചിമഘട്ട പ്രദേശങ്ങളെ സ്ലോപ്പിൽ നിന്ന് അതിന്റെ സ്ലോപ്പ് ഇടിഞ്ഞു വീഴുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ എന്ത് പ്രിക്കോഷനാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് എടുക്കാൻ പോകുന്നത്? നമ്മളിപ്പോൾ ഒരു ഡ്രോട്ടിനെ നേരിടുകയാണ്. ഇനി നമ്മൾ ജൂണിലാവുമ്പോൾ വീണ്ടും വെള്ളപ്പൊക്കത്തിലേക്ക് പോകും. എന്ത് പ്രിക്കോഷനാണ് നമ്മൾ ഈ അവസരത്തിൽ പോലും ഈ പാഠങ്ങളിൽ നിന്ന് പഠിക്കുന്നത് എന്നുള്ളത് ഗവൺമെന്റിന്റെ വലിയ വീഴ്ചയായിട്ട് നാം ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അതുൾപ്പെടെ കോടതി ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും അതീവ ഗൗരവമുള്ളതാണ് അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട്. സംസ്ഥാനത്തുണ്ടായ മഹാപ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിന്റെ പാളിച്ചയെന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നത്. ഡാമുകൾ തുറന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. ഡാം തുറക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.